കരഞ്ഞാൽ തോൽവി, ചിരിച്ചാൽ പരിഹാസം, മിണ്ടിയാൽ വഴക്ക്. അപ്പോൾ എന്താണ് ശരി? മൗനം. ജീവിതത്തിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. മൗനം എന്തിനും നല്ലത് തന്നെയാണ്. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. രാവിലത്തെ അടുക്കിപ്പെറുക്കലൊക്കെ കഴിഞ്ഞ് ലിവിങ് റൂമൊക്കെ നല്ല വൃത്തിയാക്കി വെച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ മേക്ക് ഓവറാണ്. അത് ഒരു ദിവസം കൊണ്ട് തീരുമെന്ന് തോന്നുന്നില്ല, എന്നാലും കുറച്ചായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എല്ലാം ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇതാ ഇവിടെ സ്ലാബൊക്കെ വൃത്തിയായിട്ട് കിടന്നു. കുറേ ദിവസമായി ഞാൻ ആലോചിക്കുന്നു ഇതൊന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണമെന്ന്. അപ്പോൾ ഓൾറെഡി ഞാൻ അതിന് വേണ്ടിയിട്ട് സിൽവർ വാൾപേപ്പർ മേടിച്ചു കഴിഞ്ഞു. താഴത്തെ സ്ലാബ് ഞാൻ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ കുറച്ച് വെള്ളമായാലും മഴുക്കായാലും നമ്മൾ തുടച്ചെടുത്താൽ ഇങ്ങോട്ട് പോരും. ഒരുപാട് സ്ഥലത്തൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഒരുപാട് കാശാവും. ഒരു ചെറിയ റോളൊക്കെ മേടിക്കുമ്പോൾ അത്ര തോന്നില്ല, പക്ഷേ കുറേ മേടിക്കുമ്പോൾ അതിനത്രയുള്ള കാശാവും. പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്താൽ കുറേ കാലം നീണ്ടു നിൽക്കുന്നതാണ്. നമുക്ക് നന്നായിട്ട് നീറ്റായിട്ട് നിൽക്കും. ഞാൻ ഒരുപാട് ഡബ്ബകളൊക്കെ എത്ര തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട്, എന്നാലും നമ്മൾ സ്ലാബിൽ പെയിൻ്റ് അടിച്ച് വിടുന്നതല്ലേ, അതിൽ അഴുക്കാവും. പിന്നീട് അതൊരു വല്ലാതെ ഒരു വൃത്തികേടായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഏറ്റവും അതിനുള്ള സൊല്യൂഷൻ എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഇതിലേക്ക് പോയത്. അപ്പോൾ ഞാൻ ആദ്യം അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സ്ലാബിന് എത്രത്തോളം വേണം എന്നുള്ള ഇതിൽ മെഷർമെൻ്റ് എടുത്തതിന് ശേഷം കത്രി വെച്ച് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ആദ്യം വെട്ടി എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ അത് ഒട്ടിച്ചെടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അത് വെച്ച് നോക്കുകയാണ് കറക്റ്റാണോ എന്നുള്ളത്. നമ്മൾ ആദ്യം എല്ലാത്തിനും എടുത്ത് ചാടി പട്ടപടേന്ന് ചെയ്ത് കഴിഞ്ഞാൽ കാര്യമൊന്നും നടക്കില്ല. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവൂ. അതാകുമ്പോൾ അബദ്ധങ്ങളൊന്നും സംഭവിക്കത്തില്ല. കാരണം ഇതൊക്കെ ഒട്ടിച്ചെടുക്കുമ്പോൾ അത്രയും ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ഓരോ സൈഡും കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ അടിവശത്തുള്ള പേപ്പർ ഞാൻ എടുത്തു മാറ്റുകയാണ്. അത് കുറച്ചേ മാറ്റാവൂ. ഫസ്റ്റ് തന്നെ എല്ലാം കൂടെ വലിച്ചെടുക്കരുത്. ആദ്യം കുറച്ച് സൈഡിൽ പതുക്കെ മാറ്റിയെടുക്കുക. അത് എല്ലാ സൈഡും മാറ്റിയെടുത്തതിന് ശേഷം അതിൻ്റെ അറ്റം ആദ്യം ഒട്ടിച്ചെടുക്കുക ഫസ്റ്റ്. അത് കൃത്യമായിട്ട് ആ സ്ലാബിന് കറക്റ്റായിട്ട് വരത്തക്കത്തിൽ നമ്മൾ അവിടെ ഒട്ടിച്ചെടുത്ത് അത് ശരിക്ക് ഒട്ടി. അതിന് ശേഷം ഇതിന് ചെറിയ പശയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റ് എനിക്ക് ഇഷ്ടമായില്ല. അടുത്ത് വരുത്തിക്കുമ്പോൾ അറിയാം, ഓരോ കമ്പനിയുടെ ഓരോ ക്വാളിറ്റിയാണ്. ഈ ക്വാളിറ്റി അത്ര കൊള്ളില്ല. അത് പക്ഷേ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ അത് ഞാൻ കൈവച്ച് നന്നായിട്ട് ഒട്ടിച്ചെടുത്തു. അതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിറകു വശത്ത് ഉള്ള പേപ്പർ നമ്മൾ പതുക്കെ, കാരണം ഇതിൽ ഒട്ടിച്ച് വരുമ്പോൾ ബബിൾസ് വരും. അപ്പോൾ എന്തെങ്കിലും ചെറിയ കാർഡുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് വേണം ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി. ഇത് ഇടക്കിടക്ക് പറഞ്ഞു പോരുന്നുണ്ട്, കാരണം അതിൻ്റെ ക്വാളിറ്റി അത്രയും ഗുണമില്ല. അപ്പോൾ ഇതെന്തായാലും ഞാൻ ഇനി ലൈഫിലേ മേടിക്കത്തില്ല. കാരണം നമ്മൾ മേടിച്ചു കഴിഞ്ഞാലേ നമുക്ക്, അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് മേടിക്കും. അതിന് ശേഷം നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ കൂടുതൽ ഓർഡർ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ബാക്കിലത്തെ പേപ്പർ വലിച്ചെടുത്ത് പതുക്കെ കൈ വെച്ച് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ എല്ലാം ഒട്ടി വരുന്നത് കൊണ്ട് ഇപ്പോൾ ഒട്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് മേടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ഇതായിട്ട് ഒരു ചെറിയ ഒരു വാൾപേപ്പർ അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുള്ളത് മേടിക്കുക. അപ്പോൾ അത് നല്ലതാണെങ്കിൽ പിന്നീട് എത്ര വേണം അത് മെഷർമെൻ്റ് എടുത്ത് എത്ര വേണം എന്നുള്ള അനുസരിച്ചിട്ട് അത് ഓർഡർ ചെയ്യുക. കാരണം എല്ലാം കൂടെ വരുത്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പം കൊള്ളില്ലെങ്കിൽ പിന്നെ നമുക്കത് വേസ്റ്റ് ആവും. അപ്പോൾ ഞാൻ അതിൻ്റെ പിറകു വശത്ത് കുറച്ച് എക്സ്ട്രാ വരുന്നുണ്ട്. അത് ഞാൻ അതിൻ്റെ പുറകിലേക്ക് തള്ളി അങ്ങോട്ടേക്ക് കയറ്റുകയാണ് കത്തി ഉപയോഗിച്ച് പതുക്കെ. കാരണം അവിടെ ചെറിയ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ ഞാൻ ചെറുതായിട്ട് തള്ളി കൊടുക്കാം. കാരണം അത് ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു ഭംഗിയില്ല. അപ്പോൾ അത് താഴോട്ടേക്ക് ആക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ആ ഒരു ഷീറ്റ് നല്ല ഭംഗിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ഷീറ്റ് ഞാൻ ആ സൈഡിലേക്ക് ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ്. അതും ഇതുപോലെ അളവെടുത്ത് കറക്റ്റായിട്ട് നമ്മൾ അളവെടുക്കണം. അല്ലെങ്കിൽ കൂടിക്കഴിഞ്ഞാൽ വെറുതെ ആ പേപ്പർ വേസ്റ്റ് ആവും. അപ്പോൾ അത്രയും ആദ്യം നല്ല രീതിയിൽ അളവെടുത്തതിന് ശേഷം വെക്കുകയാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് വരികയും ചെയ്യും. ബാക്കി വാൾപേപ്പർ നമുക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, വെറുതെ വേസ്റ്റ് ചെയ്ത് കളയണ്ട. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് സൈഡും ശരിക്കും ചെക്ക് ചെയ്തതിന് ശേഷമൊക്കെയാണ് ഒട്ടിച്ചെടുക്കുന്നത്.
അങ്ങനെ അവിടെയും ഞാൻ അതിൻ്റെ അറ്റം നോക്കി പതുക്കെ ചെയ്യാവൂ. അതിന് ശേഷം അത് ആ സൈഡ് മുഴുവനും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ആ സ്ലാബ് മൊത്തമായിട്ട് ഒട്ടിച്ചെടുത്തു. അപ്പോൾ അതിന് ശേഷം ഞാൻ ആ കത്തി വെച്ച് ബാക്കിയുള്ള വശം കട്ട് ചെയ്ത് കളയുകയാണ്. അപ്പോൾ അവിടെ ആ ഭാഗത്ത് കുറച്ച് ബാക്കിയായിട്ട് കണ്ട് ആ ഭാഗത്ത് ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാനത് കട്ട് ചെയ്തെടുത്തു. ശരിക്കും പറഞ്ഞാൽ ഞാൻ കൈവച്ച് നല്ല പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് പശ ശരിക്കും ഒട്ടാത്ത പോലെയൊക്കെ തോന്നുന്നതുകൊണ്ടാണ് ഞാൻ അതുപോലെ ചെയ്തത്. അപ്പോൾ ഇന്ന് ഈ ഒരു 2 സ്ലാബാണ് ഞാൻ ചെയ്തത്. ഇനി മുകളിലോട്ട് ചെയ്യണം. അതിന് ആ പേപ്പർ തീർന്നു പോയി. അത് അടുത്ത പ്രാവശ്യം ഉള്ള വീഡിയോയിലൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇനിയും മുകളിലോട്ടുള്ള സ്ലാബിലും കൂടെ ചെയ്യാനുണ്ട്, ഈ സൈഡിലും ചെയ്യാനുണ്ട്. അത് പിന്നീടാവാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വാങ്ങി വെച്ചെന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഇത് ഫ്ലോർ മാറ്റ് കാർപ്പറ്റ് എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇത് വരുന്നത്. അവർ പറയുന്ന മൂർച്ചയുള്ള ഇതൊന്നും കൊണ്ടുകഴിഞ്ഞാൽ കീറില്ല എന്നാണ്. അപ്പം ഞാൻ എന്തായാലും ഒരു റോളേ മേടിച്ചുള്ളൂ. ആദ്യം ഈ ഒരു സൈഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കാലം എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാനിനി അടുത്തത് വാങ്ങുകയുള്ളൂ. ഇതും ഇതുപോലെ പേപ്പർ വലിച്ച് ഇതുപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കുകയാണ് ഫ്ലോറിൽ. എൻ്റെ ഫ്ലോറിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഡാർക്ക് കളർ വന്നു. ടൈൽസ് വളരെ മോശമായി മാറി. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ റോളിന് നല്ല വിലയാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് മേടിച്ചു. ഇതൊരു പരീക്ഷണത്തിനാണ് കേട്ടോ. ഇതെങ്ങനെ എത്ര കാലം നിൽക്കും എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ കിച്ചൻ്റെ ആ ഒരു ലുക്ക് തന്നെ മാറി. കുറച്ച് സൈഡ് ഒട്ടിച്ചപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്കിത് കൂടുതൽ മേടിക്കണം എന്നുണ്ട്. പക്ഷെ എന്തായാലും ഒരു 2-3 ആഴ്ച നോക്കിയതിന് ശേഷം മാത്രമേ ഞാനിത് മേടിക്കൂ. അടുത്തത് കിച്ചൺ മേക്ക് ഓവറിന് വേണ്ടി ഞാൻ വാങ്ങിയ സാധനമാണ് ഈ അൺബോക്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കൊറിയറായിട്ട് വന്നത്. ഇത് നമ്മൾ ബോട്ടിലിൽ പേരെഴുതി വെക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ആ പേരെഴുതി വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പേപ്പറും പെൻസിലുമാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം മേടിക്കുന്നത്. നമ്മൾ പ്രിൻ്റ് ചെയ്ത സ്റ്റിക്കർ പോലെയും കിട്ടുന്നതാണ്. അതാണ് നല്ലതെന്ന് തോന്നുന്നു. പക്ഷെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഈ പെൻസില് നമ്മൾ സാധാരണ പെൻസിൽ മാതിരിയാണ്. അതിൽ പെൻസിൽ വെച്ച് എഴുതി നമ്മൾ എടുക്കണം. ഇതുപോലെ ഇത് കാണുന്നുണ്ടല്ലോ, ഇതിൻ്റെ മുകളിലാണ്. അത് ഓരോന്നായിട്ട് നമ്മൾ സ്റ്റിക്കർ വലിച്ചെടുത്ത് ചെയ്യുന്നതാണ്. ആമസോണിനായാലും ഫ്ലിപ്കാർട്ടിൽ നിന്നായാലും ഓൺലൈനിൽ വരുത്തുന്ന സാധനങ്ങൾ ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ നമ്മൾ വിചാരിച്ചത്ര വരത്തില്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് യൂസ് ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. സ്റ്റിക്കർ എന്തായാലും അടിപൊളിയാണ്. പക്ഷെ ഇതിൻ്റെ മുകളിലുള്ള ഈ പെൻസിൽ എത്രത്തോളം ഇതാണെന്നുള്ളത് അറിയില്ല. എഴുതി നോക്കിയാൽ അറിയാം. കിച്ചണിലെ ബോട്ടിലുകളെല്ലാം ഡൈനിങ് ടേബിളിൻ്റെ മേലെ കൊണ്ടുവന്ന് ഞാനിരുന്ന് സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, എഴുതി ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ സംശയിച്ച പോലെ പെൻസിൽ അത്ര പെർഫെക്റ്റ് അല്ല, എഴുതിയത് ക്ലിയർ അല്ല. ഈ വന്ന പെൻസിൽ കൊള്ളാത്തത് കൊണ്ടാണോ എന്നറിയില്ല. നമ്മളിപ്പോൾ ഒരു പെൻസിലിൻ്റെ ഒരു പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ അത് എല്ലാ പെൻസിലും ഒരേ ഡാർക്ക് കളറിൽ വരണമെന്നില്ല. അപ്പോൾ അതുപോലെ എന്തെങ്കിലും അബദ്ധത്തിൽ വന്നതാണെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഇതെന്തായാലും നല്ല നിറം വേണ്ടതാണ്, അതില്ല. ശരി, എന്തായാലും വന്നില്ലേ, ഞാൻ എല്ലാ ബോട്ടിലും ഒട്ടിച്ചെടുക്കുക. പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ചെറിയ ബോട്ടിലാണ്. ഈ ബോട്ടിലെന്ന് പറയുന്നത് നമ്മളെ ഇയർബഡ്സിൻ്റെ ബോട്ടിൽസാണ്. ഞാൻ എടുത്തു വെച്ച് കുറേ ഉപയോഗിച്ചത് എടുത്തു വെച്ച് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. പിന്നീട് അത് എനിക്ക് ആ ബോട്ടിൽ ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ ബോട്ടിലാണ്, കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ്. അങ്ങനെയൊക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ടുള്ളതാണ്. നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളതാണ്. അതിൽ എന്തൊക്കെയാണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചെടുക്കുന്നത്. 2 മണിക്കൂറിൻ്റെ മേലെയായി ഞാൻ ഇരുന്നിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരുവിധം എല്ലാത്തിലും ഉണ്ടായിരുന്ന ബോട്ടിലുകളിലൊക്കെ പേരെഴുതി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചു. കണ്ടുകഴിഞ്ഞാൽ എനിക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഇതിൽ ക്ലിയർ ഇല്ല. ശരിക്കും നമ്മൾ ഇത്രയും ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല ക്ലിയർ ആയിട്ട് കാണണം. പക്ഷെ ആ ക്ലിയർ ഇല്ല. അടുത്തുനിന്ന് പോയി നോക്കിയാൽ അറിയാൻ പറ്റും. അതുകൊണ്ട് എനിക്ക് ഈ പെൻസിൽ എന്തായാലും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ സ്റ്റിക്കർ ഓക്കെയാണ്, സ്റ്റിക്കർ നല്ല അടിപൊളിയാണ്. ഇതുപോലെ സ്റ്റിക്കർ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ച് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ എഴുതി വെക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാൻ അവിടെ ഫുള്ള് നിരത്തി വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പിന്നീട് രാത്രിയത്തെ പരിപാടികളിലേക്ക് ഞാൻ നീങ്ങി. ചപ്പാത്തിയും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്നാണ് ഞാൻ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്ക് ഇടയ്ക്ക് ശരിയാവില്ല എന്നിടക്ക് തോന്നാറുണ്ട്. നമ്മൾ ഓരോ ദിവസവും പ്ലാൻ ചെയ്ത് ഇന്ന ദിവസമൊക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടായിരിക്കും കാര്യങ്ങൾ. പക്ഷേ പെട്ടെന്നായിരിക്കും എന്താ ഉണ്ടാക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ ഒരു മനസ്സിലൂടെ ഓടുന്ന കാര്യമാണ് ഇന്ന് രാത്രി എന്താ എന്നുള്ളത്. അപ്പോൾ ഇന്ന് എന്തായാലും ചപ്പാത്തിയും മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ഞാൻ ചപ്പാത്തി നോർമൽ ചപ്പാത്തി അല്ല, പൊറോട്ട മാതിരിയാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ എയർഫോഴ്സിലുള്ളപ്പോൾ നോർത്ത് ഇന്ത്യൻസിൻ്റെ കൂടെ ഇരുന്ന അങ്ങനെയാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ പഠിച്ചത്. അവർ ചെയ്യുന്ന കണ്ടിട്ട് അവരെ കൂടെ നിന്നിട്ടൊക്കെ ഞാൻ, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു നോർത്ത് ഇന്ത്യൻസ്, അവരെ കൂടെയൊക്കെ നിന്നിട്ടാണ് അവർ പൊറോട്ട എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു 7, 7:30, 8 മണിയൊക്കെ ആകുമ്പോൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കണമെങ്കിൽ അവർ 5, 5:30 ആകുമ്പോൾ നന്നായിട്ട് കുഴച്ച് അതിലൊരു നനഞ്ഞ തുണിയൊക്കെ വെച്ച് അടച്ചു മൂടി വയ്ക്കും. അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ നല്ലോണം പൊങ്ങി, അപ്പോൾ ആ ഒരു ഇതും കൂടെ ചപ്പാത്തിക്ക് നല്ലൊരു സോഫ്റ്റ് കാണാനുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഞാൻ ചപ്പാത്തി ഓരോന്നോരോന്നായിട്ട് ഞാൻ ചുട്ടെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അന്നേരം വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. എല്ലാം കൂടെ പാത്രം വലിച്ചു വാരിയിട്ട്, അത് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അത്ര ഇഷ്ടമുള്ള കാര്യമില്ല. പക്ഷെ ചില സമയങ്ങളിൽ നേരമില്ലാത്ത സമയത്ത് നമ്മൾ ഓടിപ്പിടിച്ച എല്ലാ പാത്രങ്ങളും, പക്ഷെ അത് പിന്നീട് കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കഴുകാൻ പോലും തോന്നില്ല, അത്രയ്ക്ക് നമുക്ക് ഭ്രാന്താവും. അപ്പം അതിന് ഞാൻ കണ്ടുപിടിച്ചൊരു വഴിയാണ്, നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോരോ പാത്രമായിട്ട് കഴുകി വെക്കുകയാണെങ്കിൽ നമ്മൾ പാചകം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പാത്രങ്ങളൊന്നും ഉണ്ടാകും. കറിക്കുള്ള സവാളയൊക്കെ എടുത്ത് അരിയാൻ വേണ്ടി അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് റെഡിയാക്കി ഞാൻ വെക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ചോപ്പറിൽ യൂസ് ചെയ്യുന്നില്ല, പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ കുറേ നേരം ഒരേ ഇതിലിരുന്നിട്ട് എന്തോ ഒരു പോലെ, അതുകൊണ്ട് വിചാരിച്ചു ശരി പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ഒരു ഇതിലാണ്. സവാളയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെച്ച് ആ സമയം കൊണ്ട് ഞാൻ 4 മുട്ട എടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് 2-3 തക്കാളിയൊക്കെ എടുത്ത് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി. എല്ലാം അരിഞ്ഞ് വെച്ചതിന് ശേഷം പാചകം ചെയ്യലാണ് എൻ്റെ ഒരു ശീലം. പെട്ടെന്ന് ജോലി തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, ഉലുവ, പിന്നെ നമുക്ക് ആവശ്യമുള്ള മസാലയുടെ ഇതൊക്കെ കറുകപ്പട്ട, ഗ്രാമ്പു അങ്ങനെയൊക്കെ എടുത്ത് എല്ലാം ഒന്ന് പൊടിച്ച് അതിലിടിച്ചിടിച്ചാണ് എടുക്കുന്നത്. മിക്സി ഒന്നും ഉപയോഗിച്ചില്ല. പിന്നെ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. മല്ലിയില ഓൾറെഡി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ ഒന്ന് ഇതായി വരുമ്പോൾ മല്ലിയില ഇടുക. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തക്കാളി ഇടുക. നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുമ്പോൾ സവാളയൊക്കെ ഇട്ട് ഞാൻ നന്നായിട്ട് ഇതുപോലെ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് നേരം നല്ല മസാല പിടിക്കുന്ന സമയം കൊണ്ട് മുട്ടയും നന്നായിട്ട് വെന്ത് വരും. ലാസ്റ്റ് അതിൽ മുട്ടയൊക്കെ ഇട്ട് ഒരു 2 മിനിറ്റ് ചെറിയ ചൂടിൽ പിന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ ആ മുട്ടക്കറിയും ആയി, ചപ്പാത്തിയൊക്കെ ആയി, എല്ലാവരും കഴിക്കാനും ഒക്കെ റെഡിയായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. ഞാനും കിടക്കാൻ പോവാണ്. അതിൻ്റെ മുന്നേ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ പോയി കിടക്കാൻ പോകുന്നത്. ചെറിയ ഈച്ചയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു എസൻഷ്യൽ ഓയിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.